മൂന്നാനക്കുഴിയിലൂടെ നമ്മൾ യാത്ര തുടരുക കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് പോയി നോക്കാം. ഇവിടെയൊക്കെ നല്ല അത്യാവശ്യം കാടാട്ടോ. ഇതിലെ വേണം അവരൊക്കെ വീട്ടിലേക്ക് പോകാൻ. ഇവിടെ കുറച്ച് വീടുണ്ട്, 5-6 വീടുണ്ട് കേട്ടോ. ഇവിടെ തന്നെ ഒരു വീട് കാണാം. ഈ ഗ്രാമത്തിൽ കൂടെ നമ്മളിങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ലാസ്റ്റ് വീടുകളാട്ടോ അപ്പോൾ എത്തിയുള്ള. അങ്ങനെ ഒരു 3 വീടുണ്ട് ഇവിടെ. അപ്പോൾ ഒന്ന് ഈ അമ്മേൻ്റെ വീടാണ്, പിന്നെ ഇവരെ വീടാട്ടോ. അമ്മേൻ്റെ പേരെന്തമ്മേ? എന്താമ്മേ? ചടച്ചി. നല്ല പേരാണല്ലോ. അമ്മ രാവിലെ വരുമ്പോൾ കഞ്ഞി കുടിക്കായിരുന്നല്ലേ? നല്ല രസമുണ്ട് അമ്മേൻ്റെ പേര്. അമ്മ നല്ലൊരു മാല കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ലൊരു മുത്തുമാല കിട്ടിയിട്ടുണ്ട്. പിന്നെ അമ്മേൻ്റെ വീടാണിത്? അതെ, അമ്മേൻ്റെ വീടാട്ടോ അത്, മകളത്. അമ്മ അവിടെ നിൽക്കലപ്പോൾ? അമ്മേൻ്റെ വീടാണ് ഇതില്ലേ? ഇതാണ് കേട്ടോ അമ്മേൻ്റെ വീട്. ഫുള്ള് പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് അമ്മ വീട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അമ്മ മഴ പെയ്താൽ ചോരൂലേ? മഴ പെയ്താൽ വെള്ളം വരില്ലേ? ഓടി രക്ഷപ്പെടൂല്ലേ? മഴ പെയ്ത് ആണല്ലേ? മഴ പെയ്താൽ ഉള്ളിലേക്ക് മൊത്തം വെള്ളമായിരിക്കും അല്ലേ? ഫുള്ള് വലിയ മരങ്ങളുടെ കേട്ടോ. നല്ല വലിയ മരങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒടിഞ്ഞു വീകുന്നാണ് ചേച്ചി പറയുന്നത് മഴ പെയ്യുമ്പോൾ അല്ലേ? അമ്മക്കൊക്കെ പേടിയാണ് പറയുന്നത് താമസിക്കാൻ ആണല്ലേ? മുഴുവൻ പ്ലാസ്റ്റിക് ഇട്ടോ വീടുണ്ടാക്കിയിട്ടുള്ള. ചേച്ചി തന്നെ വാങ്ങിയല്ലേ? നിങ്ങൾ തന്നെ വാങ്ങിയിട്ട പ്ലാസ്റ്റിക് അല്ലത്? മേടിച്ചാലേ പണിയുണ്ടോ നിങ്ങൾക്ക്? പണിക്ക് പോക്കുണ്ടോ ചേച്ചി? ഇല്ല. അപ്പോൾ പിന്നെ ഈ ഭക്ഷണം കഴിക്കാനൊക്കെ എന്താ ചെയ്യാൻ? റേഷൻ കാർഡ് ഉണ്ടോ? റേഷൻ കാർഡൊക്കെ ഉണ്ടല്ലേ? നിങ്ങൾക്ക് സോളാറുണ്ടോ? ഈ വീട്ടിൽ സോളാറുണ്ടോ? സോളാറുണ്ടല്ലേ? നിങ്ങൾക്കില്ല. അല്ല ഇപ്പം നിങ്ങൾക്കുള്ള സോളാർ കത്തലുണ്ടോ? 4,000 രൂപയ്ക്ക്. നിങ്ങൾ മേടിച്ചേനാ? നിങ്ങൾ മേടിച്ച സോളാറല്ലേ? നിങ്ങൾ മേടിച്ചാലേ? പെൻഷൻ കിട്ടിയ പൈസക്ക് വാങ്ങി വെച്ച സോളാറല്ലേ? അതെ ശരിയാ, വെളിച്ചം വേണം. ഇതായിരുന്നു അമ്മ ഇപ്പോൾ വീട്? ഇതായിരുന്ന വീട്? പൂജാമുറി അല്ലേ? അപ്പോൾ ഇവിടുത്തെ എല്ലാവരും ഇവിടെയാണോ വെക്കല്? നിങ്ങൾ മാത്രം? ചേട്ടായി കൂടെ വീടുണ്ടോ? നിങ്ങൾ ഒരുമിച്ച് വീടല്ലേ? ചേട്ടായിൻ്റെ ഒരുമിച്ച്. ഇതുവരെ പൂജാമുറി കേട്ടോ. ഇത് ചേട്ടായിയൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇവരെ പൂജാമുറിയാണ് കേട്ടോ. ഇത് സെപ്പറേറ്റ് ഉണ്ടാക്കിയതാണ് ആണല്ലേ? അകത്ത് ഏകദേശം എല്ലാ ദൈവങ്ങളെയും ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. മൊത്തം കവുങ്ങൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വീടുണ്ടാക്കിയ പോലെ തന്നെ ഇവർ പൂജാമുറി ഉണ്ടാക്കിയിട്ടുള്ള കേട്ടോ. വിളക്കൊക്കെ കത്തിക്കണ്ടല്ലോ അമ്മേ? എല്ലാ ദിവസവും കത്തിക്കോ? എല്ലാ ദിവസവും വിളക്കൊക്കെ കത്തിക്കും അല്ലേ? അമ്മയൊക്കെയാണ്. അമ്മേൻ്റെ മുടി നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നല്ല ചുരുണ്ട നല്ല രസമുള്ള മുടി കേട്ടോ. ആണ്. എന്നിട്ട് നിങ്ങൾ വെട്ടി പൈനി പോയോ? പൈനി പോയല്ലേ? ആണല്ലേ? ഉണ്ടായിരുന്നു. അപ്പം അമ്മക്ക് വലിയ മുടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അമ്മ അതൊക്കെ വെട്ടി കളഞ്ഞ് അല്ലേ? ഇപ്പം നല്ല സുഖമല്ലേ? ഇപ്പം കുളിക്കുമ്പോഴൊക്കെ നല്ല സുഖമായിരിക്കും അല്ലേ? ഇത് ഇവരെ നായ കേട്ടോ. പക്ഷേ ഇവനെ കൊണ്ട് ഒരു ഇടങ്ങേറില്ല കേട്ടോ. ഒരു ഒച്ച ഉണ്ടാക്കുന്നില്ല. ഇനിയിപ്പോൾ അവൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ സീനാകുമെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇപ്പോൾ അമ്മയൊക്കെ താമസിക്കുന്ന വീട്. നിങ്ങളെ വീടല്ലേ? വീടിൻ്റെ പണിയിൽ ഞങ്ങൾ ആണല്ലേ? അപ്പോൾ ഇവർ വീട് റിസ്റ്റോറേഷൻ്റെ വർക്കിലാണ് ഉള്ളത്. തിണ്ടൊക്കെ പിടിപ്പിക്കുന്നുണ്ട് ചളി വെച്ചിട്ട്. ഇതൊക്കെ ഇപ്പോൾ കിട്ടിയാൽ തോന്നുന്നുണ്ട് അല്ലേ? തിണ്ടൊക്കെ ഇപ്പം മഴക്കാലമൊക്കെ അല്ലേ വരുന്നത്? ഇനിയിപ്പം പൊളിഞ്ഞ് പോയിട്ട് പിന്നെയും കെട്ടുകയാണല്ലേ? അതല്ലേ? കെട്ടിച്ചല്ലേ? ഇങ്ങനെ ആയതല്ലേ? അമ്മ വരി. അപ്പം അമ്മ ഞാൻ വരുമ്പോൾ ഇവിടെ കഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അമ്മ എന്നെ കണ്ടപ്പോൾ അങ്ങോട്ട് വേഗം വന്നാട്ടോ. അമ്മ കഞ്ഞടിച്ചോളി. അപ്പോൾ അമ്മ പകുതിയാക്കിയിട്ട് വന്ന്. അമ്മ അങ്ങനെ പോകാൻ പാടില്ല, അമ്മ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ ഈ വീട് ഇപ്പോൾ ഇവർ പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മേലെ കൊമ്പും കൊള്ളിയൊക്കെ വീണ്ടേ വീട് ഇങ്ങനെ നാശമാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ കുറച്ച് പ്ലാസ്റ്റിക്കൊക്കെ ഇതൊക്കെ പുതിയ പ്ലാസ്റ്റിക് കേട്ടോ. പുതിയ പ്ലാസ്റ്റിക്കൊക്കെ മേടിച്ച് കെട്ടി ഒരെണ്ണം. ഇപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ വരുന്നത്. വലിയ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ചോർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അമ്മേ?
അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ പുതിയ കെട്ടുകയല്ലേ? ഇതൊക്കെ ആരെ കെട്ടല് ഇങ്ങനെ ഈ തിണ്ടൊക്കെ നിങ്ങൾ മെഴുകുന്നല്ലേ? ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ചാണകം മെഴുകുമോ? ചാണകം കൂടി മെഴുകും അല്ലേ? അതൊരു കഴിഞ്ഞാൽ ഫിനിഷായി. ഒരു ചേച്ചി ഉണ്ട് അവിടെ. ചേച്ചി അവിടെ പോയതാ? ആണോ? ആ ചേച്ചീൻ്റെ വീട് എവിടെയാ അപ്പോൾ? സൂചിപ്പാറ. ചൂതുപ്പാറ അവിടെ അല്ലേ? നല്ല ഗ്രാമമാട്ടോ, നല്ല രസമുള്ള ഗ്രാമമാണ്. ഫുള്ള് വലിയ മരങ്ങളാട്ടോ. ഇതിന് ചുറ്റും വലിയ മരങ്ങളുടെ ഇടയിലാണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ നല്ല മഴയും കാറ്റും വരുമ്പോൾ കൊമ്പൊടിഞ്ഞു കുല്ലേച്ചി. കൊമ്പൊടിഞ്ഞ് വരില്ല അല്ലേ? ഇനിയിപ്പോൾ വോട്ടൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ 5 കൊല്ലം കഴിയും ആരെങ്കിലും വരണമെങ്കിൽ. അപ്പം നമുക്ക് ഇതാണ് അമ്മേൻ്റെ ഗ്രാമം. നമുക്കിവിടുന്ന് പോവാട്ടോ. ഇത്രയാണ് ഇവിടുത്തെ കാഴ്ചകൾ. എല്ലാവരും ഇവിടെ വളരെ ചെറിയ വീടുകളിൽ പ്ലാസ്റ്റിക് ഇങ്ങനെ മറച്ചിട്ടാണ് എല്ലാവരും താമസിക്കുന്നത് കേട്ടോ. എന്നാൽ പോട്ടമ്മേ, പിന്നെ ദിവസം വരാട്ടോ. അമ്മേനോട് യാത്ര പറഞ്ഞ് നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. ഗ്രാമത്തിൽ നമ്മൾ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു 5-6 വീടുകളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ കണ്ട അതേപോലത്തെ വീടുകൾ തന്നെ ഇവിടെയുള്ള പ്ലാസ്റ്റിക് അതേപോലെ മണ്ണൊക്കെ വെച്ചിട്ടാണ് വീട് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. നല്ലത് ഇതിലൊക്കെ ഇത്ര അരക്ക് തിണ്ട് കെട്ടിയിട്ട് ബാക്കി പ്ലാസ്റ്റിക് കൊണ്ടാണ് ഇവർ മറച്ചിട്ടുള്ളത്. മേലൊക്കെ മുഴുവൻ പ്ലാസ്റ്റിക് ആട്ടോ ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇവിടെ ഈ വീട് ഇങ്ങനെ കണക്റ്റായിട്ട് അടുത്തൊരു വീട്ടിലേക്കും കൂടി കണക്ട് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചേച്ചി ഉണ്ട്. ഈ ചേച്ചീനോട് കുറച്ച് ചോദിച്ചോ കേട്ടോ. ഈ ചേച്ചീൻ്റെയാണ് വീട്. ചേച്ചീൻ്റെ പേരെന്താ ചേച്ചി? പുഷ്പേച്ചി. ഇത് ചേച്ചീൻ്റെ വീടല്ലേ? കുറേ താമസിക്കുന്ന തുടങ്ങിയിട്ട് ഇവിടെ? എത്ര പേരുണ്ട് ഇവിടെ താമസിക്കുന്നത്? 4 പേര്. ചേച്ചിയും കെട്ടിയനും മക്കളും അല്ലേ? ചേച്ചിക്ക് ഇപ്പം ലീവാ? പണിയില്ല? സുഖമല്ലേ? അപ്പോൾ ചേച്ചി സുഖമില്ലാണ്ടിരിക്കല്ലേ? അതല്ല രസം. ഇതാ ചേച്ചി ഉണ്ടാക്കിയപ്പോൾ കെട്ടിയുണ്ടാക്കിയ കഴുങ്ങൊക്കെ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഇരിക്കാനൊരു സോഫ മോഡൽ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ. പിന്നെ അതേപോലെ ഇത് നിങ്ങൾ ഉണ്ടാക്കിയാനാ? മരത്തിൻ്റെ ചെയറാട്ടോ. ഇതൊക്കെ ഇവിടുത്തെ ചേച്ചീൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കിയതാണ്. ചേച്ചിക്ക് എന്താ പറ്റിയ ചേച്ചി? എന്താ പറ്റിയ ചേച്ചിക്ക്? അസുഖം എന്താ? വലിവിൻ്റെ അല്ലേ? വലിവിൻ്റെ അസുഖം കേട്ടോ ചേച്ചിക്ക്. പിന്നെ അതേപോലെ അവിടെ നല്ലൊരു മീൻകുളമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ പിള്ളേരുണ്ടാക്കിയതാ. അങ്ങനെ കുറച്ച് ഗപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പുറ്റുണ്ടായിട്ടുണ്ടല്ലേ ചേച്ചി? ഇവിടെ കേട്ടോ കുറച്ച് പുറ്റൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ മണ്ണിൽ. അതേപോലെ ഇവിടുത്തെയൊക്കെ വീടുകളിങ്ങനെ ഒരേ നിരയിൽ ഒരേപോലത്തെ വീടുകളാട്ടോ ഒക്കെ. ഇവിടുത്തെ ആൾക്കാരുടെ പോയിട്ട് മീനങ്ങാടിയോ? ആണല്ലേ? ഇവിടെ നിന്ന് ഈ വീടുകളൊന്നും ആളില്ല കേട്ടോ. ഒക്കെ ഒരേപോലത്തെ വീട് തന്നെയാണ്. ഒക്കെ നല്ല തിണ്ടുകൾ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ബാക്കി മുഴുവൻ പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് വീടുണ്ടാക്കുന്നത്. ഇവിടെ ഏകദേശം എല്ലാ വീടും അങ്ങനെ തന്നെ കേട്ടോ. ഇവിടെ മേലൊക്കെ പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഫ്രണ്ടിൽ തന്നെ ശിവൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അവർ. എന്താ ചേച്ചി? തിരി കത്തിക്കുന്നുണ്ടല്ലേ? അതേപോലെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ തിരി കത്തിക്കുന്നൊരു സ്ഥലമാണ്. ചേച്ചി ഇവിടെ തിരി കത്തിക്കുന്നുണ്ട് പറഞ്ഞോ. എന്നാ ശരി ചേച്ചി. ഇവിടെ പോകാൻ പറ്റുമോ ചേച്ചി? ഇവർ കടിക്കോ? ഇവിടെ കുറച്ച് നായ്ക്കളുണ്ട് കേട്ടോ. അതുകൊണ്ടല്ലേ ഇവർ ഫുള്ള് കുറയാട്ടോ. അപ്പോൾ മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് കൈ കൂടെ പോകാൻ വേണ്ടിയിട്ട്.